അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴും ഭൗതികപരമായിട്ടുള്ള പല സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫോണിലും മറ്റുമൊക്കെയായി ഉപയോഗിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പാരത്രിക ജീവിത വിജയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെയുള്ള നിരവധി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി പ്രാമാണികമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒന്ന് കണ്ടപ്പോൾ അത് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ്. ജമീൽ ആപ്പിനെ കുറിച്ചാണ്. അതിൽ തന്നെ വിവിധ ഭാഗങ്ങളുണ്ട്. ഒരു ഒറ്റമൂലി എന്നൊക്കെ പറയാൻ പറ്റിയ രീതിയിൽ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇതാണ്. അതിൽ ഓഡിയോ ഉണ്ട്, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഓഡിയോ, വീഡിയോ, ലേഖനങ്ങൾ, ഫയൽ, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ വ്യത്യസ്തമായ ലേഖനങ്ങൾ, ആധുനിക വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ഉള്ള ലേഖനങ്ങളൊക്കെ ഭാഗങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലെനിക്ക് ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള അതിൻ്റെ പ്രാർത്ഥനകൾ ഉൾപ്പെടുന്ന ഭാഗമാണ്. കാരണം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഉറക്കം ഉണർന്നത് മുതൽ രാത്രി ബെഡിലേക്ക് പോകുന്നത് വരെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പ്രാർത്ഥനകളുണ്ട്. ഓരോ അവസ്ഥകളിലും, മാനസികാവസ്ഥകളിലുണ്ട്, ശാരീരികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മുടെ സൗകര്യം വളരെ കൃത്യമായിട്ട് പ്രാമാണികമായി എല്ലാം നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോന്നും അക്കമിട്ടിട്ട് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ബൈഹാർട്ടല്ല, മനഃപ്പാടമല്ലാത്തത് കൊണ്ട് ചെല്ലുന്നില്ല എന്നുള്ളൊരു കാരണം ഇനി നമുക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ബൈഹാർട്ട് അല്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾ ചെല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ ചെല്ലാൻ സാധിക്കാതെ പോകുന്നത്. ആ വിഷയം ഇനി വരുന്നില്ല. കാരണം ഫോണ് എല്ലാ സമയങ്ങളിലും, ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും മുഴുവൻ സമയങ്ങളിലും നമ്മളെ കയ്യിലുള്ള ഒരു വസ്തുവായി ഫോണ് ഇന്ന് മാറിയിരിക്കുകയാണ്. കാരണം പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ എല്ലാ സമയങ്ങളിലും ഒരു പക്ഷേ നമുക്ക് കയ്യിൽ കൊണ്ടുപോയി അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ മുഴുവൻ സന്ദർഭങ്ങളിലും നമുക്ക് നോക്കിച്ചെല്ലാം. ആദ്യഘട്ടങ്ങളിലൊക്കെ നോക്കിച്ചെല്ലാം. പിന്നീട് അത് 1-2 മാസം അതൊരു ശീലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് ബൈഹാർട്ടായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. സ്ക്രീനിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെ പ്ലേ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മഹ്റജ്, ഉച്ചാരണമൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ പ്ലേ എന്നുള്ള അത് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അത് പ്ലേ ആവും. അറബിയിൽ അത് ചൊല്ലുന്ന ശബ്ദത്തോടു കൂടി വരും. കൂടാതെ നമുക്കത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകമായിട്ടുള്ള ആ പ്രാർത്ഥനേൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാം. മറ്റ് ഫോൾഡറിലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. എന്നും രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ദിക്ർ. അതിൽ തന്നെ 1, 2, 3, 4, 5, 6 ഓരോന്ന് ചെറുതിൽ നിന്ന് വലുതായിട്ട് നമുക്കിങ്ങനെ പഠിച്ചു വരാം. അറിയുന്നതുണ്ടാവും. അതിൽ തന്നെ അതിൻ്റെ ഉച്ചാരണമൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കാൻ സാധിക്കും. അർത്ഥങ്ങളൊക്കെ അതിൽ തന്നെ മലയാളത്തിലുള്ള അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അറിയാത്തവ നമുക്ക് പഠിച്ചെടുക്കാനും സാധിക്കും. കൈ തുമ്പിൽ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള നമുക്ക് അറിയുന്നതുണ്ടാവാം, കൂട്ടത്തിൽ അറിയാത്തതും നമുക്ക് പഠിക്കാൻ കണ്ടില്ല. അത് ചെറുതും വലുതുമായിട്ട് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഫോണില്ലാത്ത, പ്രാർത്ഥന ഇല്ലാത്ത ഒരു സന്ദർഭം നമുക്കില്ല. അതോടൊപ്പം തന്നെ ഫോണില്ലാത്ത ഒരു സന്ദർഭവും നമുക്ക് സത്യത്തിൽ ഇന്നില്ലല്ലോ. അത് രണ്ടും കൂടി മിങ്കിള് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇനി പ്രാർത്ഥന ഇല്ലാത്ത ഒരു ഘട്ടവും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആപ്പിളാണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പോയിട്ട് സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പേര് ജമീൽ ആപ്പ്, ജമീൽ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ജമീൽ എന്ന് ടൈപ്പ് ചെയ്താൽ ആ കളറിൽ ആ വൈറ്റ് ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട് വന്ന് അതാണ് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോവും. വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഓരോരുത്തരുടെയും ഫോണിൽ
നിർബന്ധമായിട്ട് ഇപ്പം തന്നെ വളരെ ചെറിയ നെറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അസ്സലാമു അലൈക്കും.